അങ്ങനെ 2024 ഏപ്രിൽ 1 അതായത് പുതിയ ധനവർഷത്തിലേക്ക് കേരളം കാലുകുത്തിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ 2023 അന്ത്യഘട്ടത്തോടുകൂടി 2023 ആരംഭം തൊട്ട് കടമെന്ന മലവെള്ളപ്പാച്ചിലിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു കേരളം. അങ്ങനെ ആ ധനപ്രതിസന്ധി അധികം രൂക്ഷമായി അവസാനം സുപ്രീം കോടതിയിലെത്തി. ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ വായ്പയെടുക്കാനുള്ള അനുവാദം തരുവിക്കണം എന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിലെത്തിയത്. സുപ്രീം കോടതി ഇടപെട്ടു. സംസ്ഥാനത്തിന്റെ ആവശ്യം കപിൽ സിബൽ വളരെ ശക്തമായ രീതിയിൽ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ ആവശ്യം വളരെ വലുത് എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി. പക്ഷേ അർഹതയുണ്ടോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് തീർച്ചയായിട്ടും ആരംഭം മുതലേ സംശയമുണ്ടായിരുന്നു. അതിനെ ആക്കം കൂട്ടി സുപ്രീം കോടതിയുടെ ആ സംശയത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു നിർമ്മല സീതാരാമൻ സുപ്രീം കോടതിയിൽ അറിയിച്ച, അതായത് ഫെബ്രുവരി 7 ഈ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിന് ശേഷം ആദ്യമായി നിർമ്മല സീതാരാമൻ സുപ്രീം കോടതിയിൽ അറിയിച്ച വിവരം എന്തായിരുന്നു? ആ വിവരം കേരളം അതായത് ഫിനാൻസ് മാനേജ്മെന്റ്, അതായത് ധനകാര്യ മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ കെടുകാര്യസ്ഥത കാണിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരള സംസ്ഥാനം. കേരളം കടത്തിലൂടെ ഇങ്ങനെ നീന്തി തുടിക്കുന്നു എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞില്ല. അതെന്റെ ഭാഷാ പ്രയോഗമാണ്, ക്ഷമിക്കണം. പക്ഷേ ഇത്രയധികം കടത്തിലൂടെ മുന്നേറുക മൂലം ഇന്ത്യൻ ഇക്കോണമിയുടെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് താഴേക്ക് പോകുന്നു എന്നാണ് നിർമ്മല സീതാരാമൻ എടുത്ത നിലപാട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നല്ലോ ഞാൻ പറഞ്ഞതുപോലെ കടത്തിലൂടെ നീന്തി തുടിക്കുന്ന എന്ന ഒരർത്ഥം അവർ വെച്ചിരുന്നു എന്ന്. അതിനുശേഷം ഇങ്ങോട്ട് എന്തുകൊണ്ട് അവരെ ന്യായമായ അവരുടെ എന്താണ് പറയുക, ധന പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തില് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് കടം അനുവദിച്ചു കൂടെ എന്ന രീതിയിൽ സുപ്രീം കോടതി കേന്ദ്രത്തോട് ഇടപെടുന്നു. അങ്ങനെ കേന്ദ്രം 13,608 കോടി കടമെടുക്കാൻ, അത് സംസ്ഥാനത്തിന് ശരിക്കും അർഹതയുള്ള കടം തന്നെയായിരുന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത, എങ്ങനെയാണ് ഈ കെടുകാര്യസ്ഥത എന്ന് പറയേണ്ടത്? ഒരു കാര്യം ഒറ്റ ഉദാഹരണം കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാം. നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇലക്ട്രിസിറ്റി സെക്ടർ റീഫോംസ്, ഇലക്ട്രിസിറ്റി ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ 0.5%, സാധാരണ ഒരു സംസ്ഥാനത്തിന് FRBM നിയമം അനുസരിച്ച്, എന്താണ് FRBM നിയമം? ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട്. എന്തിനാണ് ഇങ്ങനെ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്നൊരു നിയമം കൊണ്ടുവന്നത്? എന്നാണ് അത് കൊണ്ടുവന്നത്? 2002 ആ നിയമം കേന്ദ്രം പാർലമെന്റിൽ കൊണ്ടുവരുന്നത്. 2003 സംസ്ഥാനങ്ങളിൽ അത് അതിന്റെ കൺഫർമേഷൻ ആക്ട് പാസ്സാക്കുകയും തുടർന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ എന്താണ് ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി? അതായത് ധന ഉത്തരവാദിത്ത ബജറ്റ് മാനേജ്മെന്റ്. അപ്പൊ അവിടെ എന്തോ ഒരു ഉത്തരവാദിത്തമാണ് അതിലേക്ക് കൈ ചൂണ്ടുന്നത്. എന്ത് ഉത്തരവാദിത്തമാണ്? ധന ഉത്തരവാദിത്ത ബില്ല്. അതായത് കണ്ടമാനം വിനിയോഗങ്ങളില്, അതായത് ധനസമാഹരണം, റവന്യൂ, അതായത് നികുതിയേതര വരുമാന സമാഹരണം, അതുപോലെ തന്നെ അതിന്റെ ചെലവഴിക്കൽ, ഈ കാര്യങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി, അതായത് എഫിഷ്യൻസി, കാര്യക്ഷമത പ്രകടിപ്പിക്കണം. കാര്യക്ഷമമായി ധനസമാഹരണം നടത്തണം, കാര്യക്ഷമമായി അത് ചെലവഴിക്കണം. അപ്പൊ അതിനകത്ത് ദുർച്ചെലവോ കെടുകാര്യസ്ഥതയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് കടമെടുക്കുന്നത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് കടമെടുത്താൽ കടത്തിന്റെ പലിശ കടത്തിന്റെ പലിശ റവന്യൂ വരുമാനത്തിന്റെ 10% കൂടാൻ പാടില്ല. പക്ഷെ അതിപ്പോൾ 20% മുകളിലാണ് എന്ന് നാം ഓർക്കണം.
ആ മുഴുവൻ കടവുമല്ല, ബജറ്റിനകത്തെടുത്ത കടത്തിന്റെ പലിശയാണ് 20% മുകളിലായിരിക്കുന്നത്. കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വഴിയും ഒക്കെ എടുത്ത കടം കൂട്ടിച്ചേർത്ത് പലിശ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ പോകും. അപ്പോൾ അങ്ങനെ പാടില്ല. അതുപോലെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആവശ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉപാധി, കടമെടുക്കുന്നത് മൂലധന ചെലവിന് വേണ്ടി മാത്രം ചെലവഴിക്കണം. പക്ഷെ കേരളത്തിലെ കെടുകാര്യസ്ഥത മൂലം എന്താ സംഭവിക്കുന്നത്? കടമെടുക്കുന്നത് മൂലധന ചെലവിനല്ല ചെലവഴിക്കുന്നത്. ചില വർഷങ്ങളിൽ 82% വരെ റവന്യൂ ചെലവിന്, അതായത് നിത്യനിദാന ചെലവിന്, അതായത് ശമ്പളം, പെൻഷൻ, പലിശ, ഈ ചെലവുകൾക്ക് വേണ്ടി 82% ചെലവഴിക്കേണ്ടി വരുന്നു. അതേസമയത്ത് FRBM ആക്ട് ആവശ്യപ്പെടുന്നത് കടമെടുക്കുന്നത് പൂർണ്ണമായും എന്താണ് പറയുക, മൂലധന ചെലവിന്. മൂലധന ചെലവെന്ന് പറഞ്ഞാൽ എവിടെയുള്ള എന്ത് ചെലവാണ്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി, അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് റോഡ്, പാലം തുടങ്ങിയ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ നിർമ്മാണത്തിന് വേണ്ടി മാത്രമായിരിക്കണം കടമെടുക്കുന്ന പണം ഉപയോഗിക്കുക. ആ സ്ഥാനത്താണ് കേരളത്തിൽ 82% റവന്യൂ ചെലവിന് വേണ്ടി ചെലവഴിക്കുന്നത്. ബാക്കി എത്രയുണ്ട്? 82% കഴിഞ്ഞാൽ 18% മാത്രമാണ് മൂലധന. അപ്പൊ നമ്മുടെ റോഡുകൾ ഇങ്ങനെ കിടക്കും, പാലങ്ങൾ ഇങ്ങനെ കിടക്കും. എന്നിട്ട് AI ക്യാമറ വന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും? അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളം എത്തിപ്പെട്ട് നിൽക്കുന്നത്. അതാണ് നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 7 കോടതിയിൽ പറഞ്ഞത്. ഏറ്റവും മോശമായ ധനകാര്യ മാനേജ്മെന്റുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മാത്രവുമല്ല, കേരളത്തിന്റെ കട പ്രതിസന്ധി മൂലം ഇന്ത്യയുടെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ്, ഫിച്ച് ക്രെഡിറ്റ് റേറ്റിംഗ് പോലെയുള്ള അന്താരാഷ്ട്ര ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞു പോകുന്നു. അന്താരാഷ്ട്ര ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട് വരിക? നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ കടമെടുക്കാൻ ബുദ്ധിമുട്ട് വരും, ഉയർന്ന പലിശ കൊടുക്കേണ്ടി വരും. തീർന്നില്ല, ഈവൻ ആഭ്യന്തര മേഖലയിൽ നിന്ന് കടം എടുക്കുന്നതിന് പോലും ഉയർന്ന പലിശ കൊടുക്കേണ്ടി വരും. കാരണം കടം വർദ്ധിക്കുന്നു എന്നത് ആ സമ്പദ്ഘടനയോടുള്ള വിശ്വാസ്യത, അതിന്റെ നിലനിൽപ്പിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. ഈ ലെസൺസ് ഒക്കെ നമുക്ക് ഉണ്ട് നമ്മുടെ മുൻപിൽ. 1990-91 കാലത്ത് ഇന്ത്യ തന്നെ, അതായത് കമ്പൈൻഡ് ഡെറ്റ് ഓഫ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും കൂടി ചേർന്ന കടം, ഈ കടം എല്ലാം കൂടി ചേർന്ന് ഇന്ത്യയെ കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം വീണ്ടും വരാതിരിക്കാനാണ് 2002 ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടും സംസ്ഥാനത്തിന്റെ കടമെടുപ്പിൽ കുറവ് വരുന്നില്ല, കെടുകാര്യസ്ഥതയിൽ കുറവ് വരുന്നില്ല. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പോകേണ്ടി വന്നത്? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അതായത് ഈ ക്രിസ്മസോട് കൂടി 15,520 കോടി സംസ്ഥാന ഗവൺമെന്റ് കടമെടുത്തു കഴിഞ്ഞു. അപ്പോൾ കേന്ദ്രം പറഞ്ഞു, ഇനി ഈ വർഷം നിങ്ങൾ കടമെടുക്കുന്നത് അപകടകരമാണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും CAGയും ഒക്കെ പറഞ്ഞു, നമ്മൾ എടുത്തിരിക്കുന്ന കടം, അതായത് ബജറ്റിനകത്തെടുത്തിരിക്കുന്ന കടം തന്നെ സഞ്ചിത കടം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട വർഷം മുതൽ ഈ വർഷം വരെ 2024 വരെ എടുത്ത കടം കൂടി ചേരുന്നതാണ് സഞ്ചിത കടം, ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ്. ആ കടം 29% നിജപ്പെടുത്തണം എന്നാണ് FRBM ആക്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് കേരളത്തിന്റെ കാര്യത്തില് കഴിഞ്ഞ ജനുവരി മുതൽ തന്നെ 35% മുകളിലായിരുന്നു. അപ്പൊ അങ്ങനെ 35% മുകളിൽ പോയ വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, കേരളം തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തന്നെ കേരളം അപകടകരമായ നിലയിലാണ്. എന്തുകൊണ്ട്? 35% മുകളിൽ പോയി എന്നതല്ല കാരണം, അഭീതിജനകമായ അവസ്ഥയ്ക്ക് കാരണം. അതിന്റെ കാരണം ഇത് കൂടാതെ ബജറ്റിന് പുറത്ത് എന്ന് പറഞ്ഞ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വഴിയും 42,000 കോടിയോളം കടമെടുത്തിട്ടുണ്ട്. ആ കടവും കൂടി ചേരുമ്പോൾ കേരളം വലിയ കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥയാണ്
കേരളത്തിന്റെ കടം സുതാര്യമല്ല. കേരളത്തിന്റെ കടം വരുന്ന ജനറേഷനുകളെ ബാധിക്കുന്നതാണ്, അപകടകരമാണ് എന്ന് 2016 മുതൽ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, നമ്മളെ ഓർമ്മപ്പെടുത്താറുണ്ട്. പക്ഷെ അവരോട് കലഹിച്ച്, CAGയോട് കലഹിച്ച് നിൽക്കുന്നതല്ലാതെ CAG പറയുന്നതനുസരിച്ചോ RBI പറയുന്നതനുസരിച്ചോ കേന്ദ്രം പറയുന്നതിനനുസരിച്ചോ മുന്നോട്ട് പോകാൻ സംസ്ഥാനം തുനിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ദുർഘടമായ സന്ധിയിലൂടെ ദിശാസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ്, അതായത് കേന്ദ്രം എന്തു പറഞ്ഞു, നിങ്ങളുടെ കടം, അതായത് ഈ 15,520 കോടി നിങ്ങൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, ഇനി ഈ വർഷം കടം എടുക്കണ്ട, നിങ്ങൾ എടുത്തിരിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും കിഫ്ബി വഴിയും എടുത്തിരിക്കുന്ന കടം ഭാഗികമായിട്ട് ഈ ബജറ്റിനകത്ത്, അതായത് 2023-24 ധനവർഷത്തെ നമുക്ക് എടുക്കാവുന്ന കടത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരിക ഒരു ഭാഗം. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇനി കൂടുതൽ കടമെടുക്കാൻ സമ്മതിക്കുകയില്ല എന്ന് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. അതിനെതിരെയാണ് അതായത് സംസ്ഥാനത്തിന് ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളില് 30,000 കോടിയുടെ ചെലവ് വരുന്ന ഒരു ഗവൺമെന്റാണ് സംസ്ഥാന ഗവൺമെന്റ്. അപ്പോൾ ഞങ്ങൾക്ക് കടം എടുക്കാതെ നിവൃത്തിയില്ല, മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ഫയൽ ചെയ്ത് അതിൻ്റെ ഹിയറിംഗിലാണ് സംസ്ഥാനം ഏറ്റവും മോശപ്പെട്ട ധനവിനിയോഗ മാനേജ്മെന്റുള്ള സംസ്ഥാനമാണെന്നും കേരള സംസ്ഥാനത്തിന്റെ കടം മൂലം ഇന്ത്യക്ക് ആകെ ക്രെഡിറ്റ് റേറ്റിംഗ് മോശമാകുന്നു അന്താരാഷ്ട്ര തലത്തിൽ എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ നിർമ്മല സീതാരാമൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ കോടതി, പക്ഷെ എന്നിട്ടും കോടതി ഇടപെട്ട് കോടതി ഇടപെട്ട് 13,608 കോടി കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ അവരുടെ സ്റ്റാൻഡ് സുപ്രീം കോടതിയിലെ കേസ് പിൻവലിക്കണം. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു അതെന്തിനും പിൻവലിക്കണം, ആർട്ടിക്കിൾ 130 അനുസരിച്ച് ഏതൊരു സംസ്ഥാനത്തിനും ഫെഡറൽ സംവിധാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ കേരള സംസ്ഥാനം അപ്രോച്ച് ചെയ്തു, അത് അവർക്ക് അവകാശമുള്ളതാണ്, അത് പിൻവലിക്കേണ്ട കാര്യമില്ല. കേസ് അവിടെ ഇരിക്കെ തന്നെ അതിൻ്റെ കേസിന്റെ അവസാന തീർപ്പുണ്ടാകാൻ താമസം വരും, അത്രയും വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അവർക്ക് കടമെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സുപ്രീം കോടതിയിൽ കേരളം കൊടുത്ത കേസ് തീർപ്പാക്കാതെ തന്നെ 13,608 കോടി, അത് കേസ് പിൻവലിക്കാതെ തന്നെ 13,608 കോടി വായ്പ എടുക്കാൻ കേന്ദ്രം അനുവാദം തരുന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് അടുത്ത പ്രതിസന്ധി ഉണ്ടാകും. ഈ 13,608 കോടിയിൽ 8,466 കോടി, 4,866 കോടി കേരള ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട വായ്പയാണ്. അതായത് ഇലക്ട്രിസിറ്റി മേഖലയിൽ പരിഷ്കരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് 0.5% വായ്പ എടുക്കാൻ കേന്ദ്രം അനുവാദം തന്നിരുന്നത്. കേരള ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി മേഖലയിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ ആ പരിഷ്കരണങ്ങൾ പൂർത്തീകരിച്ചില്ല. എന്തുകൊണ്ടാണ് പൂർത്തീകരിക്കാതെ വന്നത്? ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നത് ടോട്ടക്സ് മോഡൽ ഉള്ള, അതായത് ഒന്നുകിൽ ടോട്ടക്സ് കമ്പനിയിൽ നിന്ന് ആ ടോട്ടക്സ് മോഡൽ സ്മാർട്ട് മീറ്റേഴ്സ് കേരളത്തിൽ സാർവത്രികമായിട്ട് ഉപയോഗപ്പെടുത്തണം, പ്രയോഗത്തിൽ വരുത്തണം. എന്താണ് ഈ സ്മാർട്ട് മീറ്ററിന്റെ അഡ്വാൻറ്റേജ്? അതായത് പ്രസരണ നഷ്ടം കേരളത്തിൽ 20% മുതൽ 30% വരെ ഇലക്ട്രിസിറ്റി പ്രസരണ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ നഷ്ടം ഇലക്ട്രിസിറ്റി ബോർഡിനും ഓരോ ഉപഭോക്താവിനും ആണ്. അപ്പൊ അത് ഇല്ലാതെയാക്കാൻ സ്മാർട്ട് മീറ്റർ സഹായിക്കും എന്ന് പറയുന്ന വളരെ ന്യായയുക്തമായ ഒരാവശ്യം. പക്ഷെ അത് ടോട്ടക്സ് മോഡൽ തന്നെ വേണം എന്നുള്ളതിനെ പറ്റി ഇലക്ട്രിസിറ്റി ബോർഡിന് അനിഷ്ടമുണ്ടായി, വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായി. ഇപ്പോൾ എനിക്കും തോന്നുന്നു അങ്ങനെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കേസൊക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഈ ടോട്ടക്സ് മോഡൽ തന്നെ മേടിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെടാനുള്ള ഒരു കാരണം, ഒരു പക്ഷേ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ടോട്ടക്സ് കമ്പനിയും അതിന്റെ പുറകിലുള്ള കമ്പനിയും ധാരാളമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും ഇലക്ട്രൽ ബോർഡിലേക്ക്. അല്ലെങ്കിൽ അവരെ കൊണ്ട് അതിനെ നിർബന്ധിക്കാനുള്ള ഒരു കാരണമായിരിക്കാം, ഒരു ഉപാധിയായിരിക്കാം.
അവരുടെ തന്നെ മോഡലിലുള്ള സ്മാർട്ട് മീറ്റർ വെക്കണമെന്ന്. എനിഹാവ് അവസാനം അതുമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് സമ്മതം മൂളി അങ്ങനെ ടോട്ടക്സ് മോഡലിലുള്ള സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ആ കടം എടുക്കാൻ 4,866 കോടി എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എഴുത്തുകുത്തുകളും കാര്യങ്ങളും ഒക്കെ സമയത്തും നടപ്പാക്കിയില്ല. ഇനിയിപ്പോൾ ഈ ഏപ്രിൽ മാസത്തെ ആദ്യ ചൊവ്വാഴ്ച, അത് നാളെയാണല്ലോ ആദ്യ ചൊവ്വാഴ്ച, അപ്പം മിക്കവാറും നാളെ ആയിരിക്കാം 4,866 കോടി രൂപ കടമെടുക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഇല്ലാതെ തന്നെ ഈ ധനവർഷത്തിൽ എനിക്കറിഞ്ഞുകൂടാ ഇന്ന് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്തു തുടങ്ങിയോ എന്ന്. സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ മാസം 6-ാം തീയതി 7-ാം തീയതിയോടുകൂടിയൊക്കെയാണ് 1-ാം തീയതി കൊടുക്കേണ്ടിയിരുന്ന ശമ്പളവും പെൻഷനും ഒക്കെ 4, 5, 6 ഈ തീയതികളിലേക്കൊക്കെ നീണ്ടു പോയിരുന്നു. കാരണം ഏതെങ്കിലും തരത്തില് കടമെടുത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ട്രഷറിയിൽ പണം എത്തിച്ച് ആ പണം കൊണ്ട് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കുക എന്ന രീതി തുടർന്നത് കൊണ്ടാണ് അങ്ങനെ 1-ാം തീയതി കൊടുക്കേണ്ടിയിരുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പോലും ചരിത്രത്തിൽ ആദ്യമായിട്ട് 4-ാം തീയതി 5-ാം തീയതി ഒക്കെയായി മാറിപ്പോയത്. അപ്പൊ അങ്ങനെ പോയി. ഇപ്പൊ കോടതി, അപ്പൊ ഗവൺമെന്റ് വിചാരിച്ചിരുന്നു 10,000 കോടിയെങ്കിലും അഡീഷണൽ ആയിട്ട് കടമെടുക്കാൻ സമ്മതിക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യവും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി അത് പരിഗണിക്കാൻ കേന്ദ്രത്തോടും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് അങ്ങനെ കടമെടുക്കാൻ പറ്റില്ല. അത് ഈ ധനവർഷത്തിലെ, അതായത് ഇന്ന് തുടങ്ങുന്ന ഈ ധനവർഷത്തിലെ കടമെടുപ്പിന്റെ പരിധിക്ക് അകത്ത് നിന്ന് അവർക്ക് 10,000 കോടി കടമെടുക്കാം. അതല്ലാതെ കഴിഞ്ഞ സാമ്പത്തിക ധനവർഷത്തേക്കായിട്ടുള്ള കടമെടുപ്പ് അനുവദനീയമല്ല. കാരണം പരിധിയൊക്കെ ലംഘിച്ചാണ് ഇരിക്കുന്നത്. അപകടകരമായ മേഖലയിലാണ് സംസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ധനവർഷത്തിലെ കടമെടുപ്പിലെ കടത്തെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതി. അതിൽ കൂടുതലായിട്ട് ആലോചിക്കേണ്ട. നിർമ്മല സീതാരാമൻ പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുത്തതുപോലെ അതിലുപരിയായിട്ടോ കേരള സംസ്ഥാനത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് നിഷേധിക്കാൻ ഒക്കില്ല. കാരണം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ 41,000 കോടിക്ക് മുകളിൽ കൊടുത്തത് വെസ്റ്റ് ബംഗാളിനാണ്. വെസ്റ്റ് ബംഗാളിന് അത്രയും കൊടുത്തു. വെസ്റ്റ് ബംഗാൾ നമ്മളെപ്പോലെ ഫിസിക്കൽ ക്രൈസിസിലാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ തുക 37,000 കോടിയിലധികം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തത് കേരള സംസ്ഥാനത്തിനാണ്. ആകെ 17 സംസ്ഥാനങ്ങൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തുള്ളൂ. അതിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ തുക കിട്ടിയത് കേരളത്തിനാണ് എന്നിരിക്കെ നമുക്ക് ഫിനാൻസ് കമ്മീഷൻ പറയുന്നതോ അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ പറയുന്നതോ വെറുതെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അത് അടിസ്ഥാനപരമാണ്. എന്ന് വെച്ചാൽ ആ കണക്കുകളൊക്കെ ഫിനാൻസ് കമ്മീഷന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡേറ്റയിൽ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയായ കണക്കുകളാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ ഈ പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു. ഇനി ആ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കിട്ടാനിരിക്കുന്ന 4,866 കോടിയായിരിക്കാം ആദ്യം നമുക്ക് കടമായിട്ട് എടുക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ധനവർഷത്തിലെ ധനസമാഹരണ മാർഗങ്ങൾ, നികുതിയേതര വരുമാനം നമുക്ക് ഇന്നു മുതൽ ലഭ്യമായി തുടങ്ങും. അങ്ങനെ സംസ്ഥാനം മുന്നോട്ട് പോകും എന്ന് തന്നെ വിചാരിക്കാം. ഈ കഴിഞ്ഞ 2023-24 ഒരു പാഠത്തിന്റെ വർഷമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് കണക്കിലെടുക്കുമെങ്കിൽ ഈ ഇതൊക്കെ മാറ്റി, അതായത് കടം എന്ന് പറഞ്ഞ് മുന്നേറാതെ അവനവന്റെ സാഹചര്യത്തിനനുസരിച്ച് അവനവന്റെ വ്യാപ്തിക്കകത്തുള്ള ധനസമാഹരണ മാർഗങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താതെ കിടക്കുന്ന ധാരാളം ധനസമാഹരണ മാർഗങ്ങൾ സംസ്ഥാനത്തുണ്ട്. ആ ധനസമാഹരണ മാർഗങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തെ വികസനത്തിലേക്ക് നയിക്കുകയും കടക്കെണിയിലാകാതെ കടത്തിന് പരിധി നിശ്ചയിച്ച് കടമെടുക്കുന്ന പണം മുഴുവനും മൂലധന ചെലവിന് മാത്രം വിനിയോഗിക്കും എന്ന് ദൃഢപ്രതിജ്ഞയോടെ സംസ്ഥാനം മുൻപോട്ട് പോവുകയും ചെയ്യാൻ ഈ 1-ാം തീയതി തന്നെ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കട്ടെ എന്ന് ആണ് നമുക്ക് ആശംസിക്കാവുന്നത്. കാരണം അത്തരമൊരാശംസയാണ് ജനക്ഷേമകരമായ ഒരു ഗവൺമെന്റിന് കാത്തിരിക്കുന്ന നമുക്ക് ആശംസിക്കാവുന്നത്.